തങ്കലാൻ സൺ ഓഫ് ഗോൾഡ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഓഡിയോ തിയേറ്റർ കാരണം കുളമായി. സിനിമ അങ്ങോട്ട് തുടങ്ങി ആ ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്നിടം നമുക്കത് അറിയാം. ഇതിനകത്ത് GVP എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമ്മളൊരു വ്യൂവർ സാറ്റിസ്ഫൈഡ് ആവുന്നത്. തിയേറ്ററിൻ്റെ മുകളിൽ അടുക്കി കണക്ക് കുറേ സ്പീക്കേഴ്സൊക്കെ വെച്ചിരിക്കുന്നത്, അതൊക്കെ എന്തിനു വെച്ചിരിക്കുന്നതെന്ന് തന്നെ മനസ്സിലായില്ല. അതിനകത്തൂടെ ഒന്നും ഒരു സൗണ്ടും കേട്ടതായിട്ട് എനിക്ക് തോന്നിയില്ല. ശരിക്കും അതിൻ്റെ ഒരു ബാസ് എഫക്റ്റും സംഭവങ്ങളുമൊക്കെ തിയേറ്ററിൻ്റെ സ്ക്രീനിൻ്റെ സൈഡിലും അവിടെ കണ്ട് 1-2 ഊഫേഴ്സൊക്കെ വരുന്നുണ്ട്. അതിൽ നിന്നുള്ള സൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഈവൻ സൈഡ് ചാനൽസിൽ നിന്ന് വരുന്ന സൗണ്ട് പോലും വ്യക്തമായിട്ട് അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബാസ് എഫക്റ്റ് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡയലോഗ് പറയുന്നതിൻ്റെ ഒരു ക്വാളിറ്റി പോലും പലയിടത്തും നഷ്ടപ്പെട്ടു പോയി. ഞാൻ സാധാരണ തമിഴ് നന്നായിട്ട് മനസ്സിലാക്കി സിനിമ കാണുന്ന ഒരാളാണ്. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് ഒത്തിരി പഴയ തമിഴ് തന്നെ ആയതുകൊണ്ട് പിന്നെ സബ് ടൈറ്റിൽസ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടത് പലതും കമ്മ്യൂണിക്കേറ്റ് ആയില്ല. അതൊരിക്കലും ഒരു കോണ്ടൻറ്റ് ക്രിയേറ്ററുടെ മിസ്റ്റേക്കോ അല്ലെങ്കിൽ ആ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ പ്രോബ്ലം ആണെന്നോ എനിക്ക് തോന്നുന്നില്ല. അതിങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ട് ലൂസ് ചെയ്ത ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിന് വേറൊരു നല്ല തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാലേ എനിക്കതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ടിത് പറഞ്ഞത്. നിങ്ങൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ തിയേറ്ററിൽ ചെന്നവരുടെ അടുത്ത് ചോദിച്ചിട്ട്, ടിക്കറ്റ് എടുക്കുമ്പോഴായിരുന്നാലും അവരെ വിളിച്ചൊന്ന് ചോദിക്കുക, നിങ്ങളുടെ ഈ ഒരു പർട്ടിക്കുലർ സ്ക്രീനിൽ അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്ന സ്ക്രീനിൽ ഓഡിയോ സിസ്റ്റംസ് അപ്ഗ്രേഡഡ് ആണോ, അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡോൾബി അറ്റ്മോ സൗണ്ട് ഉണ്ടോ എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് കയറി കാണാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ സിനിമ ആസ്വദിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് അപ് ടു യുവർ ചോയ്സ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിങ്ങളൊരു സിനിമ അതിൻ്റെ ഓഡിയോ വിഷ്വൽ ക്വാളിറ്റിയും കൂടെ ആസ്വദിച്ചാണ് നിങ്ങൾ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഉറപ്പ് വരുത്തിയിട്ട് കാണുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു നിരാശ തോന്നും. പിന്നെ സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിയാൻ വിക്രം, അദ്ദേഹത്തിൻ്റെ ഒരു ഹാർഡ് കോർ ഫാനാണ് ഞാൻ. ശരിക്കും അദ്ദേഹം ഈ സിനിമയിലില്ല. ഇതിനകത്ത് തങ്കലാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അത് തന്നെ അദ്ദേഹത്തിൻ്റെ കുറേ പാസ്റ്റിലുള്ള, അദ്ദേഹത്തിൻ്റെ ആൻസെസ്ട്രലായിട്ടുള്ള കുറേ കണക്ഷൻസും ആ ആൻസെസ്ട്രൽ ആയിട്ടുള്ള ആളുകളെയൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതും ഒക്കെ ഇദ്ദേഹം തന്നെയാണ് ആ കഥാപാത്രങ്ങളെ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 5 കഥാപാത്രങ്ങളെ ഇയാൾ പല രീതിയിൽ പല ഫോമാറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഓരോരോ കാലഘട്ടത്തിലുമുള്ള കഥാപാത്രങ്ങളെ കാണിക്കുമ്പോൾ അദ്ദേഹം അതിനിട്ടിരിക്കുന്ന എഫേർട്ട്, അതൊക്കെ ശരിക്കും ഒരു എക്സ്ട്രീം എഫേർട്ട് ഫ്രം ദ ആക്ടർ സൈഡ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അത് പിന്നെ അദ്ദേഹം ഇതിന് വേണ്ടിയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഒരു സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ഓരോരോ കഥാപാത്രങ്ങളെ അഭിനയിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ശരീരമാണ്. അപ്പോൾ അതിനെപ്പോൾ വേണോ ഏത് രീതിയിലും ട്രാൻസ്ഫോം ചെയ്യിപ്പിക്കാൻ പറ്റും. അതിനെന്ത് റിസ്ക്കും എടുക്കുന്ന ഒരു ആക്ടറാണ്. കാരണം ഇങ്ങനെയുള്ള എഫേർട്ട് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് സ്പാനാണ്. അത്രയും ഡെഡിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു പേ ഒക്കെ ചിലപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടി കിട്ടുമെന്ന് തന്നെ സംശയമാണ്. അപ്പോൾ എന്നാലും ഓക്കെ, അദ്ദേഹം ചെയ്യുന്ന കഥാപാത്രങ്ങളെ അങ്ങനെ മാക്സിമം റിച്ചാക്കി വെക്കണം എന്ന് ആഗ്രഹിക്കുന്നുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹം ചൂസ് ചെയ്ത് സിനിമ ചെയ്യുന്നത്. അപ്പോൾ വിക്രമിൻ്റെ എല്ലാ സിനിമകളിലും കാണുന്ന പോലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രം. അതിൽ മേക്കപ്പിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ചെറിയ ഒരു അപാകത എനിക്ക് ഫീൽ ചെയ്തത്, ഇദ്ദേഹത്തിൻ്റെ ഹെയർ ഇതുവരെ ട്രിം ചെയ്ത് കുറച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് പിന്നെ അങ്ങോട്ട് ജട പോലെ മുടി വളർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് ഈ ഇത്രയും ഇവിടെയൊക്കെ മുടി ഉണ്ടായിട്ടും അതത്രയും കുറച്ചായിട്ട് ട്രിം ചെയ്ത് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഒരു വിഗ് എടുത്ത് വെച്ചിരിക്കുന്ന കണക്കുള്ളൊരു ഫീൽ കിട്ടുന്നുണ്ട് എവിടെയൊക്കെയോ. അത് മേക്കപ്പിൻ്റെ ഒരു അപാകതയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒന്നിപ്പോഴത്തെ ക്യാമറയുടെയൊക്കെ ഒരു ഭയങ്കര ഒരു ക്വാളിറ്റിയുടെ ഇതുകൊണ്ടായിരിക്കാം നമുക്ക് അത്രയും ആ ഒരു ഡീറ്റെയിലോട്ട് നമ്മൾ എടുത്ത് കാണിക്കുകയും ചെയ്യും. അപ്പോൾ അതിനകത്തുള്ള ചെറിയ അപാകതകൾ, അത് എന്തോ ഒരു സാധനം എടുത്ത് വെച്ചിരിക്കുന്ന പോലുള്ളൊരു ഫീൽ എവിടെയൊക്കെ എനിക്ക് തോന്നിയിരുന്നു. അത് ഒരുപക്ഷെ ഇതുവരെ ചെയ്യാത്ത ഒരു കഥാപാത്രത്തിനെ മോൾഡ് ചെയ്തെടുത്തതിലുള്ളൊരു അപാകതയായിരിക്കും അത്. പിന്നെ ഇതിനകത്ത് പാർവതി തിരുവോത്ത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ തിരക്കഥയിൽ ഇത്രയൊക്കെ ഒരു ആക്ടേഴ്സിൻ്റെ സൈഡിൽ നിന്ന് എഫേർട്ട് വന്നിരിക്കുന്ന, അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു ഓവറോൾ കണ്ടൻറ് വൈസ് നോക്കുമ്പോഴത്തേക്ക് അതിന് അത്രത്തോളം കോംപ്ലിമെൻ്റ് ചെയ്യാത്ത കണക്ക് തോന്നി. അതെവിടെയൊക്കെ സിനിമ പോണ ട്രാക്കിൽ നിന്നൊക്കെ മാറി ഇങ്ങനെ നമ്മൾ ഒരുപാട് കൺഫ്യൂസ് ചെയ്ത് കൊണ്ടുപോകും. മേ ബി അത് സിനിമ ഒന്നുകൂടെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഡയറക്ടോറിയൽ സ്ട്രാറ്റജി ആയിരിക്കാം. പക്ഷേ എങ്കിലും അത് നമുക്കൊരു സാറ്റിസ്ഫൈയിങ് ഫീൽ തരത്തില്ല. എന്ന് വെച്ചിട്ട് സിനിമ ഫസ്റ്റ് ഹാഫ് ഒരു പക്ക ഇമ്മേഴ്സീവ് എഫക്റ്റ് ഉണ്ടായിരുന്നു. അതായത് തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു ഇൻ്റർവെൽ പഞ്ച് വരെയുള്ള സംഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. പാട്ടുകളായിരുന്നാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നാലും നമുക്ക് എവിടെയൊക്കെയോ കേൾക്കുമ്പോൾ അറിയാം ഇതെന്തോ വലിയ സംഭവമാണ് ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു സാധനം ഇനി കമ്മ്യൂണിക്കേറ്റ് ആയി കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് തിയേറ്ററിന് ആ ഒരു ചെയ്തു വെച്ചിരിക്കുന്ന സംഭവത്തിന് പ്രോപ്പർലി ഡെലിവർ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് ഫീൽ ചെയ്തുകൊണ്ടാണ് അത് പറയുന്നത്. പിന്നെ പാരഞ്ജിത്ത് എന്ന സംവിധായകൻ്റെ 3 പേരാണ് ഇതിനകത്ത് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റും ഉണ്ട്.
പക്ഷേ മോർ ദാൻ ഡയലോഗ്സ് ഒക്കെ എഴുതിയിരിക്കുന്ന വേറെ രണ്ടുപേരും സപ്പോർട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഇങ്ങനെ വിക്രം കുറേ മന്ത്രങ്ങൾ പോലെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊന്നും വ്യക്തമായിട്ട് ഇനി മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയില്ല. അത് അദ്ദേഹത്തിൻ്റെ കുറേ ഇൻറ്റ്യൂഷൻസാണ് അദ്ദേഹം ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഈ ഓഡിയോ ക്വാളിറ്റി കാരണം എനിക്ക് ഭയങ്കരമായിട്ടത്, അതുകൊണ്ടാണ് സിനിമ അത് ആ ഭാഗങ്ങളൊന്നും മനസ്സിലായതുമില്ല. അപ്പോൾ സബ് ടൈറ്റിൽസും കൂടെ ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് എല്ലാം തകർന്ന അവസ്ഥയിലായിപ്പോയി. പിന്നെ എടുത്തു പറയേണ്ടത് വളരെ ഓഫായിട്ടുള്ള കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആയിരുന്നു, VFX ആയിരുന്നാലും വളരെ കൂടുതൽ ഇതിനകത്ത് CG ഒന്നും ഇല്ല. അവർ അങ്ങനെയുള്ള ലൊക്കേഷൻസ് പിടിച്ചു പോയി ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഓരോരോ സ്ഥലങ്ങൾ ഇങ്ങനെ കടന്നൊക്കെ പോകുമ്പോഴത്തേക്ക് ഭയങ്കര തിക്ക് റെയിൻ ഫോറസ്റ്റ് കാണിക്കും, പെട്ടെന്ന് ആ ടോപ്പോഗ്രഫി അങ്ങ് മാറും. അപ്പോൾ ഇതെല്ലാം അടുത്തടുത്ത് ഇങ്ങനെയുള്ളൊരു സ്ഥലമൊന്നും വരത്തില്ല. അപ്പോൾ ഇവർ പല ലൊക്കേഷൻസിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന എന്തായാലും ഇത്രയും എഫേർട്ട് ഇട്ട്, ഇത്രയും ആക്ടേഴ്സിൻ്റെ എഫേർട്ട്, അത്ര ഭയങ്കര ഹാർഡ് കോർ എഫേർട്ടാണ് ആക്ടേഴ്സ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓരോരോ ഷോട്ടും ഓരോ കഥാപാത്രങ്ങൾക്കും വയ്ക്കുന്ന ഫ്രെയിമിൻ്റെയൊക്കെ ഒരു പെർഫെക്ഷൻ കാണുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളിൽ നമ്മൾ ആ ഒരു പെർഫെക്ഷൻ പ്രതീക്ഷിക്കും. അതെവിടെയൊക്കെ കുറച്ച് മിസ് ചെയ്താണ് എനിക്ക് തോന്നിയത്. അപ്പം അങ്ങനെ ലൊക്കേഷൻസ് എല്ലാത്തിനും പല പല സ്ഥലങ്ങളാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അത് കുറച്ചും കൂടെ ഒന്ന് മാറ്റി പിടിക്കാമായിരുന്നെന്ന് തോന്നി. നല്ല ഫൈറ്റും മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഫൈറ്റിലൊക്കെ നമുക്ക് ആ കമ്പൗണ്ടൊക്കെ അടിക്കുമ്പോഴത്തേക്ക് അറിയാം ഇത് പുറത്ത് കൊണ്ടിട്ട് വീഴുന്നല്ല എന്നുള്ളത്. ആ ഒരു സേഫ് ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് സിനിമയിൽ കാണുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആക്ഷൻ കോറിയോഗ്രഫിയും കൂടെ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നുവെങ്കിൽ ഈ സിനിമ വേറെ ലെവലിൽ നിന്നനെ. അപ്പോൾ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പഴയ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചിരുന്നു എന്നുള്ളതിനായിട്ടുള്ളൊരു ട്രാൻസിഷനുണ്ട്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അത് ഒരുപാട് ഷോട്ടുകൾ അങ്ങനെ ട്രാൻസിഷനായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ട്രാൻസിഷനിലൂടെയൊക്കെ അത് ആ ടൈം സ്ലിപ്പ് വരുത്തിയിരിക്കുന്നത് ഭയങ്കര രസമായിരുന്നു. അതായിരുന്നു എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഏറ്റവും ഗംഭീരമായ സാധനമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം അവിടെ ഒന്നും CGയുടെ ആവശ്യം വരുന്നില്ല. അവിടെയൊക്കെ കുറച്ച് കളർ ടോണിലൊക്കെ മാറ്റി പിടിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാണ്ട് കുറച്ചും കൂടെ ഓഡിയോ ക്വാളിറ്റിയും കൂടെ കിട്ടിയിരുന്നുവെങ്കിൽ വേറെ ലെവൽ ഇമ്മേഴ്സീവ് എഫക്റ്റ് കിട്ടുമായിരുന്നു. അതെന്തായാലും ഞാൻ ഇനി ഏതെങ്കിലും തിയേറ്റർ പിടിച്ചത് കാണും. പിന്നെ ഈ ഒരു കോണ്ടൻറ്റിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറച്ച് സ്പേസ് പൊളിറ്റിക്സ് പറയാനായിട്ട് മാറ്റി വയ്ക്കുന്ന പോലുള്ള കുറേ സംഭവങ്ങളുണ്ട്. പക്ഷെ അതൊന്നും അത്ര ബോറായിട്ട് തോന്നാതിരുന്നതിന് കാര്യം ഇതിങ്ങനെ പൊളിറ്റിക്സ് കുത്തി നിറയ്ക്കാൻ വേണ്ടി കൊണ്ട് നിറച്ച് വെച്ചിരിക്കുന്നതല്ല, എങ്കിലും ഒരു അണ്ടർലൈൻ ലെയറിൽ പൊളിറ്റിക്സൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അത് ഓവറോൾ ആ ഒരു കോണ്ടൻറ്റുമായിട്ട് നന്നായിട്ട് മെർജാവുന്നതുകൊണ്ട് തന്നെ ഒരു രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ സിനിമ ഗംഭീരമായിട്ടുള്ളൊരു എഫേർട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ IMDbയിൽ ഔട്ട് ഓഫ് 10 9 റേറ്റ് ചെയ്യുന്നു. തങ്കലാൻ ഇനി കണ്ടിട്ട് അതിൻ്റെ കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതായത് ഇതിനകത്ത് കുറേ ശ്ലോകങ്ങളൊക്കെ, തമിഴ് ശ്ലോകങ്ങളൊക്കെ പറയും, നാഗമുനി എന്ന് പറഞ്ഞ് കുറച്ച് റെഫറൻസ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ സിനിമയുടെ ടൈലൻഡിൽ ഇതിലുള്ള കഥാപാത്രങ്ങളുടെയൊക്കെ കുറേ റെഫറൻസുകൾ അങ്ങനെ ശരിക്കും ഉള്ളതായിരുന്നു എന്നുള്ള നിലയിൽ കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു സിനിമ കൊണ്ട് KGF എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ KGF ഓൾറെഡി വന്നൊരു സിനിമയായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തതാണ്. അതൊരു ഇമാജിനേഷനാണ്. ഇതിൽ കുറച്ച് ഫിക്ഷനും കൂടെയൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ടെങ്കിലും ചരിത്രമായിട്ട് ഇതിന് വളരെയധികം ബന്ധമുള്ള രീതിയിലാണ് ഈ ഒരു സ്റ്റോറിയെ ടൈലർ ചെയ്തെടുത്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത കാണുന്ന ഒരു സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.